നിത്യസ്ഥിതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ മധ്യാഹ്ന വേളയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ രക്ഷയെ ഓർത്തു, അങ്ങ് ഞങ്ങൾക്ക് കാണിച്ച ആ വലിയ കാരുണ്യത്തെ ഓർത്തു എത്ര നന്ദി പറഞ്ഞാലും കർത്താവെ മതി വരാത്ത ആ വലിയ കൃപകളെ, സ്നേഹത്തെ, കരുണയും അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ ഈ വലിയ മണിക്കൂറുകളിൽ, വിശുദ്ധ മണിക്കൂറിൽ ആയിരിക്കുന്ന നിമിഷം അങ്ങയുടെ കരുണയുടെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാന്ത്വനവും സ്പർശവും അനുഭവിക്കുവാൻ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളിൽ തടഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ബന്ധനങ്ങളെ, ഞങ്ങളുടെ ദുസ്വഭാവങ്ങളെ, ദുശീലങ്ങളെ, അടഞ്ഞുകിടക്കുന്ന മേഖലകളെ കർത്താവേ ഈ നിമിഷം തുറന്ന് അവിടുത്തെ സ്നേഹത്തിൻ്റെ, അവിടുത്തെ കരുണയുടെ വലിയ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സൂര്യൻ്റെ കിരണങ്ങൾ, സൂര്യൻ്റെ പ്രകാശം ഈ ഭൂമി മുഴുവൻ വ്യാപിക്കുന്നത് പോലെ അവിടുത്തെ കരുണയുടെ സ്നേഹത്താൽ, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്താലും വെള്ളത്താലും ജലത്താലും ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി പവിത്രീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 51 സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആകിയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. കർത്താവേ, ഈ സങ്കീർത്തകനോടൊത്തു തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഞങ്ങളുടെ പാപാവസ്ഥകളെ, വെറുപ്പുകളുടെ അവസ്ഥകളെ, പകയുടെയും വിദ്വേഷത്തിൻ്റെയും സ്നേഹമില്ലാത്ത എല്ലാ അവസ്ഥകളെ കർത്താവെ ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കരുണയുടെ ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ പീഡാസഹനവും കർത്താവിൻ്റെ കുരിശുമരണവും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ത്യാഗമാണ് എന്നുള്ളതാണ്. അവിടുന്ന് നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ വലിയൊരു പ്രകടനമാണ് അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ വിശുദ്ധ സന്ത് പൗലോസ് ഇപ്രകാരം എഴുതുന്നു. 2-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെയാണെങ്കിലും മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. അതേ സ്നേഹമുള്ളവരെ, ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ ഏകപുത്രനായിരുന്നു ഈശോ മിശിഹ. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന പോലെ, എന്നെ കാണുന്നവൻ ദൈവത്തെ അറിയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ അറിയുന്നു, എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു. അതെ, ഈശോയെ നമ്മൾ അറിയുമ്പോൾ, ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പിതാവിനോടാണ് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ പിതാവിൻ്റെ സ്നേഹമാണ് നമ്മൾ ഈശോയിലൂടെ, ഈശോയുടെ ജീവിതത്തിലൂടെ, ഈശോയുടെ കൃപയിലൂടെ
നമുക്ക് സാധ്യമാകുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവായ ദൈവം, ഈശോ ദൈവമായിട്ടും അവന് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷ നേടിത്തരുവാനായിട്ട് ഒരു വാക്ക് മാത്രം മതിയായിരുന്നു. ഈ ലോകം മുഴുവൻ കർത്താവായ ദൈവം ഒരു വാക്കാൽ സൃഷ്ടിച്ചെങ്കിൽ നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവനൊരു വാക്ക് മാത്രം മതിയായിരുന്നു. അവൻ്റെ ആ പരമോന്നത ശക്തി കൊണ്ട്, ഉന്നത ശക്തി കൊണ്ട് അവൻ വിചാരിച്ചാൽ മാത്രം മതിയായിരുന്നു നമ്മളെ രക്ഷപ്പെടുത്തുവാനായിട്ട്. പക്ഷേ അങ്ങനെ ചെയ്യാതെ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലോട്ട് അയച്ച് സഹനത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു, കുരിശിൻ്റെ വഴി തിരഞ്ഞെടുത്തു, പീഡകളുടെ വഴി തിരഞ്ഞെടുത്തു നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട്. ആ സഹനത്തിൻ്റെ പീഡകളുടെ വഴി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്ന് മാത്രമാണ്: നമ്മളെ അത്രമാത്രം കർത്താവ് സ്നേഹിക്കുന്നു. നമ്മളെ അത്രമാത്രം കർത്താവായ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിൽ വന്ന് തൻ്റെ ജീവിതത്തിലൂടെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹിക്കുന്നുണ്ട് എന്ന സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ഈ ദിവ്യകാരുടെ നാഥനെ നമ്മൾ നോക്കുമ്പോൾ എത്ര അനുഗ്രഹീതരാണ് നമ്മൾ, എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവത്താൽ പുത്രനിലൂടെ സ്നേഹിക്കപ്പെടുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പുത്രനായ ഈശോയുടെ സ്നേഹം നുകരുവാനായിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയുടെ ആ വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഈശോയുടെ ആ വലിയ സ്നേഹത്തിൻ്റെ സമർപ്പണമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ അനുഭവിക്കുന്നത്. അതേ ഈശോയാണ് ഈ നിമിഷം നമ്മുടെ മുൻപിൽ ഈ തിരുവോസ്ത്യ രൂപത്തിൽ ആയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളുകൾ തുറന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് ഈശോയുടെ ആ സ്നേഹം, ഈശോയുടെ ആ കരുണയുടെ വലിയ സ്പർശം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, നമ്മുടെ എല്ലാ ഇടവകകളിലെ എല്ലാ അംഗങ്ങളെയും, വൈദികരെയും, സന്യസ്തരെയും, എല്ലാ വ്യക്തികളെയും, നമ്മുടെ അയൽവക്കത്തുള്ള എല്ലാവരെയും നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. 2 കൊരിന്ത്യർ 8:9 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദരിദ്രത്താൽ നിങ്ങളെ സമ്പന്നനാക്കാൻ വേണ്ടി തന്നെ. ഹെബ്രായക്കാരുടെ ലേഖനം 2:17 ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കാരുണ്യവാനുമായ പ്രധാന പുരോഹിതന്മാർ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സഭ്യ കാണിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ ദൈവം സഹനത്തിൻ്റെ ആ പാത പിന്തുടരുന്ന ആ സഹനത്തിലൂടെ അവിടുത്തെ സ്നേഹം നമ്മളോട് കാണിച്ചു. തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അഗാധമായ അതിരുകളില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത പിതാവിൻ്റെ സ്നേഹം നമ്മൾക്ക് നൽകി. അതുപോലെ തന്നെ നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, സങ്കടങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആ സഹനങ്ങളെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈശോയുടെ ആ കുരിശിനോട് ചേർത്ത് പിടിക്കുവാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ആ സഹനത്തിന് അർത്ഥമുണ്ടാവുന്നത്. ഈശോയുടെ വേദനകളോട് ചേർത്ത് എൻ്റെ വേദനകളെ ഞാൻ ചേർത്ത് പിടിക്കുമ്പോഴാണ് ആ വേദനകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. കാരണം എന്നെ സ്നേഹിച്ച എൻ്റെ ഈശോ ഈ സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ ഇതെന്നോട് പറയുന്നത്, ഞാൻ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ആ സ്നേഹത്തിൽ ഒന്നാവുകയാണ്, നമ്മളും ആ രക്ഷാകര പ്രവൃത്തിയിൽ ഒന്നാവുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നിമിഷം കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ ചിന്തകളിലൂടെ
കടന്നു പോകുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും നമുക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ചേർത്ത് പിടിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും, നമ്മുടെ എല്ലാ വേദനകളെയും സഹനങ്ങളെയും വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളോടുള്ള കരുണയെ പ്രതി അവിടുന്ന് തെരഞ്ഞെടുത്തത് ഈ സഹനമാണ്. കർത്താവ് മനുഷ്യനായി പിറന്നതും കർത്താവ് കാലിത്തൊഴുത്തിലൂടെ എളിയവനായി ദാസന്റെ രൂപം സ്വീകരിച്ച് കടന്നു വന്ന നമ്മളിൽ ഒരാളായി മാറിയത് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുവാനായിട്ടാണ്. ആ സ്നേഹം മനസ്സിലാക്കി, ആ സ്നേഹം ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്കും ഈശോയോട്, ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് ആ വിശ്വാസത്തോടെ സഹനങ്ങളെ ഏറ്റെടുക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈശോയുടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.